നമ്മുടെ ചെടികൾക്ക് ബാധിക്കുന്ന വെള്ളീച്ചനെ തുരത്താനുള്ള വീട്ടിൽ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഒരു സാധനം വെച്ചാണ് ചെയ്യാനുള്ളത്. അപ്പോൾ വെള്ളീച്ച, മീലിമുട്ട, പിന്നെ ചെടികളെ ആക്രമിക്കുന്ന കുഞ്ഞു പ്രാണികൾ, ഇലയുടെ അടിയിലൊക്കെ കാണുന്ന വെളുത്ത പ്രാണികളുണ്ടാവില്ല, അത് പിന്നെ തുടങ്ങിയ എല്ലാ ഈ നമ്മളെ ചെടികൾ നശിപ്പിക്കുന്ന ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ നന്നായിട്ട് വെള്ളമൊഴിച്ച് വളമൊക്കെ ഒഴിച്ച് നല്ല രീതിക്ക് ഉണ്ടായി വരുന്നേക്കാരം പെട്ടെന്നേക്കാരം ചെറുതായിട്ടൊരു പൊടി പോലെ വെള്ളപ്പൊടി പോലെയൊക്കെ കാണും ഇലയുടെ താഴത്ത്. പിന്നെ അത് കൂടി പിന്നെ ചിലപ്പോൾ വെള്ള പാറ്റൻ്റെ പോലെ മഞ്ഞ കളറുള്ള ചെറിയ പ്രാണികൾ അങ്ങനത്തെ രീതിയിലൊക്കെ കാണലുണ്ട്. ആദ്യമൊക്കെ ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ, പിന്നെ നമ്മൾ ശ്രദ്ധക്കുറവും പിന്നെ നമ്മൾ അത് ശ്രദ്ധിച്ചാൽ തന്നെ ഒന്നും ചെയ്താൽ പോകൂല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന പ്രാണികൾ ഇങ്ങനെ ആദ്യം കുറച്ചുണ്ടാവുള്ളൂ, പിന്നെ എല്ലാ ചെടികൾക്കും ബാധിച്ച് ആ ചെടി തന്നെ നശിച്ചു പോകുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രതിവിധിയായിട്ടാണ് ഈ വീട്ടിൽ കിട്ടുന്ന സാധനം വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഏറെ മുക്കാലും അത് പോയി കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ മൊത്തം നമ്മളുടെ ചെടികൾ നശിക്കും. പ്രധാനമായിട്ട് നമുക്ക് ആ ഒരു വെള്ളീച്ചൻ്റെ ആക്രമണം കാണൽ പച്ചമുളകിൽ, അതുപോലെ തന്നെ തക്കാളിയിൽ, വഴുതന, വെണ്ടയിൽ കാണലുണ്ട്. വെണ്ടൻ്റെ പിന്നെ ഇലൻ്റെ താഴത്ത് കാണലുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളിലും കാണാറുണ്ട്. പ്രത്യേകിച്ച് പേരക്കൻ്റെ ഇലയിലൊക്കെ നന്നായിട്ട് വെള്ളീച്ച ഉണ്ടാകലുണ്ട്. അപ്പോൾ പിന്നെ അബിയുൻ്റെ പ്ലാന്റിൽ വെള്ളീച്ചല്ല, വേറൊരു ചെറിയ കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടാകലുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രതിവിധിയായിട്ട് നമുക്ക് എന്തായാലും ഇത് ചെയ്ത് നോക്കാം. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളെ ബേക്കിംഗ് സോഡ അല്ലേ, വീട്ടിലൊക്കെ അധികം വീട്ടിലുണ്ടാകലുണ്ട് ബേക്കിംഗ് സോഡ, ഒരു വെളുത്ത പൊടി. അപ്പോൾ ഈ ബേക്കിംഗ് സോഡൻ്റെ പൊടി ഒറ്റ സ്പൂണ് നിറയെ എടുക്കുക. പിന്നെ ലിക്വിഡ് സോപ്പ് 5 മില്ലി, നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ലിക്വിഡ് സോപ്പ് ഒരു 5 മില്ലി എടുക്കുക. ഇനി 5 മില്ലീൻ്റെ അളവ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ അടപ്പുണ്ടാവില്ലേ, മൂടി, അതിൻ്റെ നിറയെ എടുത്താലും മതി. അങ്ങനെ ബേക്കിംഗ് സോഡ ഒരു സ്പൂണും ലിക്വിഡ് സോപ്പ് 5 മില്ലിയും, അതുപോലെ തന്നെ വേപ്പെണ്ണ 5 മില്ലിയും എടുക്കുക. ഇനി വേപ്പെണ്ണ ഇല്ലെങ്കിൽ കറിക്ക് ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണ എടുത്താലും മതി. എന്നിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഈ 3 സാധനങ്ങളോട് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ട് സ്പ്രേ പിന്നെ എവിടെയാണോ വെള്ളീച്ചുള്ളത് ആ ഭാഗത്തേക്ക് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി 1 ലിറ്റർ വെള്ളം കണക്കാക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി വലിച്ചെറിയുന്ന ആ ബോട്ടിലുണ്ടല്ലോ, അതിൽ എടുത്ത് അങ്ങക്ക് ഉപയോഗിക്കാൻ കുറച്ചും കൂടി സുഖമായിരിക്കും. എന്നിട്ട് സ്പ്രേയർ ഫിറ്റ് ചെയ്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളീച്ച ഉള്ള ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മുടെ മുളകും പിന്നെ പച്ചക്കറിയും വഴുതനയും ഒക്കെ നന്നായിട്ടുണ്ടാകും. ഈ വെള്ളീച്ച ഉണ്ടായാൽ അത് അതിൻ്റെ വളർച്ചേനും ബാധിക്കും. പിന്നെ കായ്കളുണ്ടാകുന്ന എണ്ണം കുറവാകും. ആ ചെടി തന്നെ ചിലപ്പോൾ നശിച്ചു പോകലുണ്ട് ഈ വെള്ളീച്ച ഇങ്ങനത്തെ പ്രാണികളൊക്കെ ഉണ്ടായാൽ. അപ്പോൾ എന്തായാലും അതിനെ തുരത്തി ഓടിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഉച്ച സമയത്ത് ചെയ്യരുത്, നന്നായിട്ട് വെയിൽ ചൂടുള്ള സമയത്ത് ചെയ്യരുത്. ഒന്നെങ്കിൽ രാവിലെ ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും വൈകുന്നേരം ചെയ്യുക. അങ്ങനെ ഈ 2 സമയങ്ങളിൽ മാത്രം ചെയ്താൽ മതി. ഇനി വേറൊരു ടിപ്സും കൂടി പറഞ്ഞുതരാം, അതും ചിലരൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് മുളകും തൈയൊക്കെ പാകി മുളപ്പിച്ച്, അല്ലെങ്കിൽ തക്കാളി തൈയോ ഒക്കെ പാകി മുളപ്പിച്ച് ഒരു 6 7 ഇലൊക്കെ വരുന്ന ആ ഒരു പരുവത്തിലാവുമ്പോൾ വെള്ളീച്ച വരാണ്ടിരിക്കാൻ വേണ്ടി പിന്നെ ലിക്വിഡ് ഈ ഹാൻഡ് വാഷ് 5 തുള്ളി ഹാൻഡ് വാഷും 1 അടപ്പ് വിനാഗിരിയും, അതായത് സുർക്ക 1 അടപ്പ് പറഞ്ഞാൽ ഒരു മൂടിയിൽ നിറയെ, അത് 5 തുള്ളി ഹാൻഡ് വാഷും, അത് രണ്ടും 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കണ്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ ഒരു 15 ദിവസം കൂടുമ്പോഴോ അങ്ങനെ ഇടയ്ക്ക് ഇതേപോലെ ചെയ്താൽ മതി. ഇത് 2 സാധനവും സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ കിട്ടണതാണല്ലോ. ഇങ്ങനെ ചെയ്ത് നോക്കിയാലും പിന്നെ വെള്ളീച്ച അടുക്കൂല. ഇത് വെള്ളീച്ച വരാതിരിക്കാനാണ്. അപ്പോൾ വെള്ളീച്ച നമ്മൾ പ്ലാന്റിലേക്ക് വരൂല. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഉപയോഗം. പിന്നെ വേറെ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അത് വേറെയുള്ളവർക്ക് ഉപകാരപ്പെടും.